നമ്മുടെ നയനയെ തേടി ആ ഒരു വലിയൊരു അവാർഡ് വന്നിരിക്കുകയാണ്. ആ ഒരു വലിയൊരു അവാർഡ് വന്നത് കാരണം എല്ലാവരും ഭയങ്കരമായ സന്തോഷത്തിലാണ്. എന്നാൽ സന്തോഷമില്ലാതെ മൂന്ന് മുഖങ്ങളാണ് നമ്മുടെ അനന്തപുരിക്കുള്ളിലുള്ളത്. ദേവയാനിയും ജലജയും അഭിയും അവരാകെ തകർന്നടിയുകയാണ് നമ്മുടെ നയനയെ തേടി എത്തിയ ആ ഒരു അവാർഡിൻ്റെ പേരിൽ. എന്ത് അവാർഡായിരിക്കും നമ്മുടെ നയനയ്ക്ക് കിട്ടിയിട്ടുണ്ടാവുക? ഇത്രത്തോളം എല്ലാവരും സന്തോഷത്തിലാവണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു അവാർഡായിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ അവാർഡൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയണ്ടേ? അപ്പോൾ അതൊക്കെ ഞാൻ പറയാം. അതിനൊക്കെ മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ കനക ഇങ്ങനെ ഉറക്കം എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജലജ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ജലജയും കനകയും തമ്മിൽ നല്ല കലിപ്പാണ്. കാരണം തലേ ദിവസം ചെകിട് തുറന്നങ്ങ് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ജലജ എണീച്ച് വന്നോടനെ ചോദിക്കണേ, എടി എൻ്റെ ഫോൺ എന്തിയേ? എൻ്റെ ഫോണ് നീ ഇന്നലെ പിടിച്ച് മേടിച്ച് വെച്ചതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയുകയാണ്, ഇത് ഫോൺ ഞാൻ മേടിച്ച് വെച്ചില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഈ ഫോണും വെച്ചിട്ട് നീ ഇന്നലെ വീഡിയോ ഒക്കെ എടുത്തിട്ടേ നീ ഇവിടുത്തെ മുത്തശ്ശിയും കൊണ്ടുവന്ന് കാണിക്കുന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ നിൻ്റെ കയ്യിലിരുന്നതേ വൈനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ച് കുടിച്ചത്. കാരണം ഇന്നലത്തെ എൻ്റെ ആ ഒരു കലിപ്പിലുണ്ടല്ലോ അതെങ്കിലും ഇല്ലാതെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ജലജയ്ക്ക് ദേഷ്യം വരികയാണ്. നീ എന്തിനാ ഇതിനകത്തിട്ട് എന്നെ പൂട്ടിയത്? പൂട്ടിയിലായിരുന്നെങ്കിലുണ്ടല്ലോ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടേ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേനെ. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാലോ. എടി നീ എന്താ കാട്ടിക്കൂട്ടിയത്? നീ എന്താ കാണിച്ചു വെച്ചത്? ഈശ്വരൻ ഞങ്ങളുടെ ഭാഗത്താണ് ഉള്ളത്. അതുകൊണ്ടാണ് നീ ഇപ്പോൾ കാണിച്ച ഈ ഒരു തെറ്റുണ്ടല്ലോ എൻ്റെ മോളുടെ കണ്ണിൽപ്പെട്ടത്. എടി നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ ഇത് നീ ഒരിക്കലും മാറ്റില്ല എന്നറിയാം. പിന്നെ നിൻ്റെ ഈ കയ്യിലിരിപ്പൊന്നും എൻ്റെ നയന മോളെടുത്ത് ചിലവാകാനൊന്നും പോകുന്നില്ല. അവളെ അരച്ച് കലക്കി കുടിച്ചതാ നിന്നെ. അതുകൊണ്ട് നീ എങ്ങനെ ഏതെല്ലാം രീതിയിൽ ചിന്തിക്കുമെന്ന് എൻ്റെ മോൾക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുകയാണ്. ജലജയ്ക്കൊന്നും മിണ്ടാൻ പറ്റാതെ ജലജ ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ കനക പറയുകയാണ്, നീ എന്താടി കാണിച്ചത്? നീ എന്നെ എൻ്റെ മക്കളെ ഇവിടെ നിന്ന് ആട്ടി പായിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം കൊണ്ട് ശ്രമിക്കുകയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പം നീ എന്താ ചെയ്തത്? നീ ഈ വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരാൻ വെച്ചിരുന്ന ആ ഒരു എന്താണ് പറയുന്നത് താലിമാല നീ അടിച്ചു മാറ്റിയെടുത്തു അല്ലേ? എന്നിട്ട് അത് കൊണ്ടുവന്ന് എൻ്റെ ബാഗിനകത്ത് വെച്ചു. എന്തിനാ അത് ചെയ്തത്? എന്നെയും എൻ്റെ മക്കളെയും കൂടി ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടാൻ വേണ്ടിയിട്ട് നീ ചെയ്ത പണി. ആ പണിയുണ്ടല്ലോ എൻ്റെ നയനമോള് ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പം തന്നെ എല്ലാവരെയും അറിയിച്ച് നാണം കെടുത്തി നിന്നെ നാറ്റിച്ച് ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടാനെ. പക്ഷേ അത് ചെയ്യാതിരുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ നയനമോളുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മുടെ കനക പറയാണ്, ഹെടി സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ വീട്ടിലുള്ളവരെ പൊന്നിനെ ദൈവമായിട്ട് കാണുന്നവരാണ് ഈ വീട്ടിലുള്ളത്. അങ്ങനെയുള്ള നീ ഈ ഒരു ചതി കാണിച്ചു. സ്വർണത്തിൻ്റെ പേരിലതും മറ്റൊരാളെ കള്ളപ്പേര് കേൾപ്പിച്ച് ഇവിടെ നിന്ന് ആട്ടി ഇറക്കാനായിട്ട് നീ തുനിഞ്ഞിറങ്ങി എന്നുള്ളത് ഇവിടെ ഉള്ളവർ അറിഞ്ഞാലുണ്ടല്ലോ ആദ്യം നിൻ്റെ മോനെ ആയിരിക്കും ഇവിടെ നിന്ന് അടിച്ച് വെളിയിൽ കളയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കനക. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ജലജ. കാരണം ജലജയ്ക്കൊന്നും പറയാനില്ല. കാര്യം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് കാര്യമായതുകൊണ്ട് പുള്ളിക്കാരത്തി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് കനക പറയാണ്, ദേ ഒരു കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം. നീയും നിൻ്റെ മകനുമാണ് ഈ കുടുംബത്തിലെ ശനി. നീയൊക്കെ രണ്ടെണ്ണം മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലുണ്ടല്ലോ നിന്നെ പാഠം പഠിപ്പിക്കാനേ അതിന് പുറത്തുനിന്നൊന്നും ആരെയും കൊണ്ട് നിർത്തണ്ട. അതൊക്കെ ഈ കനകയെ കൊണ്ട് പറ്റും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കനക അങ്ങ് പോവുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ജലജയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ അതിനുശേഷം നമ്മുടെ കനക തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയണേ, എടി നീ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, നീ വേണമെങ്കിലേ ഇനി എൻ്റെ മക്കളെ ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്നുള്ള കാര്യം നീ താഴെ പോയിട്ടേ ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ നമ്മുടെ നയന മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ചായ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവർ ചായ മേടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ
മുത്തശ്ശൻ പറയണം, മോളെ അനിക്ക് സത്യം പറയുകയാണെങ്കിൽ അവൻ്റെ വിവാഹമൊക്കെ അടുത്തെങ്കിലും അവനൊരു എന്തോ ഒരു ഉഷാറുള്ളത് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും നോക്കിയാലും ഇല്ല, ഒരുമാതിരി ചത്ത് കുത്തി ഇരിക്കുകയാണ്. അവൻ്റെ ആ ഒരു അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരണം. മോൾ എന്താ അവനെ ഒന്ന് ഉപദേശിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയണം, മുത്തശ്ശ അവനിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയണം, അല്ല മോളെ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി പറയണം, മോളെ നയനെ, നീയും അവന് നല്ല സ്നേഹത്തിലാണല്ലോ, അവൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ എന്നെ മുത്തശ്ശൻ പറയാണ്, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇനിയിപ്പോൾ അവൻ്റെ വിവാഹവും കാര്യങ്ങളും എല്ലാം അടുത്തിരിക്കുന്ന സമയമല്ലേ, ഇനി മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് എന്താ പ്രയോജനം. എന്നിട്ട് മുത്തശ്ശൻ തന്നെ പറയുകയാണ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ആമക്കൾക്കൊക്കെ വിവാഹപ്രായമായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആരെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്നിങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം അനിയുടെ കാര്യം വന്നപ്പോൾ മാത്രമാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തീരുമാനം എടുത്തത്. ശരിക്കും ഞാൻ അവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അതിനു മുമ്പായിട്ട് എനിക്ക് അനിയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനും പറ്റിയില്ല, കാരണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ കൊടുത്ത വാക്ക് തിരുത്തേണ്ടി വരികയാണെങ്കിൽ അതെനിക്ക് മരിക്കുന്നതിന് തുല്യമാണ് എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയണ്, എന്തിനാ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അവന് അങ്ങനെ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിങ്ങനെ പറയണം. അപ്പം മുത്തശ്ശി പറയണം, അല്ല മോളെ എന്തോ ഉണ്ട്, അത് ഇടയ്ക്ക് ആദർശം പറഞ്ഞിരുന്നു അതുപോലൊരു സംശയം, എന്തായാലും മോള് ചോദിച്ച് മനസ്സിലാക്ക് എന്ന് പറയണം. അപ്പം മുത്തശ്ശൻ പറയണം, വേണ്ട വസുന്ധരെ, അത് തിരക്കിയിട്ട് എന്തിനാണ്, ഇനി തിരക്കി കഴിഞ്ഞാലും അതിൽ ഒരു ഉപയോഗവും ഇല്ല, അതുകൊണ്ട് പിന്നെ അത് തിരക്കാതിരിക്കുന്നതല്ലേ നല്ലത്. പിന്നെയെന്ന് വെച്ചാൽ അനാമിക മോളാണെങ്കിൽ ഒരുപാട് അവൻ ആഗ്രഹിച്ചതാണ്, അതുകൊണ്ട് ഇനി അവർ തമ്മിലുള്ള വിവാഹം മാത്രമേ നടക്കുകയുള്ളൂ, അതിൻ്റെ ഇടയിൽ ഇനി വേറെ ഒരു കാര്യവും നടക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നയന പറയുകയാണ്, അത് ശരിയാ മുത്തശ്ശൻ പറഞ്ഞതാണ് ശരിയായിട്ടുള്ള കാര്യം. ശരിക്കും അനിയെ ഞാനിപ്പോൾ ഉപദേശിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് അനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്, അല്ലാതെ അനിയുടെ മനസ്സിൽ മറ്റാരും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയണേ, അല്ല മോളുടെ അനിയത്തി നന്ദുവും അനിയും നല്ല ഫ്രണ്ടാണല്ലോ, അപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മോളുടെ അനിയത്തിയോട് പറയാതിരിക്കില്ലല്ലോ. അപ്പോൾ മോൾ ഒരു കാര്യം ചെയ്യുക, അനിയത്തിയോട് വിളിച്ച് ചോദിര് അവൻ്റെ മനസ്സിൽ എന്താന്ന്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശൻ പറയണേ, ഏയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അവൻ്റെ മനസ്സിൽ. അല്ല വസുന്ധരെ, എനിക്കൊരു സംശയം, മോളുടെ അനിയത്തി നന്ദുവും അനിയും നല്ല ഫ്രണ്ട്സാണ്, പക്ഷെ അവരുടെ മനസ്സിൽ ഫ്രണ്ട്ഷിപ്പിനപ്പുറം എന്തെങ്കിലും ഉണ്ടാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നയന ശരിക്കും പറയുകയാണെങ്കിൽ നയന ഞെട്ടിപ്പോവാണ് അത് കേൾക്കുമ്പോഴത്തേക്ക്. ഉടനെ തന്നെ നയന പറയണേ, ഏയ് അങ്ങനൊന്നുമില്ല മുത്തശ്ശ എന്നിങ്ങനെ പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയണേ, അല്ല മോളെ ഞാനിങ്ങനെയൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ എനിക്കറിയാം അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന്. കാരണം നന്ദുമോളുടെ 2 ചേച്ചിമാർ ഈ കുടുംബത്തല്ലേ വന്നത്, അതുകൊണ്ട് തന്നെ അനി ഒരിക്കലും നന്ദുവിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കില്ല. പിന്നെ മോളുടെ അനിയത്തി നന്ദുവും ഒരിക്കലും 2 ചേച്ചിമാരും ഇവിടെ തന്നെ വന്നതുകൊണ്ട് നന്ദുവിനും ഇങ്ങോട്ട് വരണമെന്നൊന്നും ആഗ്രഹം തോന്നുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ തന്നെ മുത്തശ്ശി പറയാണ്, എന്തായാലും വിവാഹമൊക്കെ അടുത്ത് ഈ സമയത്ത് നന്ദുവിന് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നൂടെ, ഇനി വിവാഹത്തിന് അധിക ദിവസമൊന്നുമില്ലല്ലോ, പിന്നെ കനകയും പിന്നെ പോരെങ്കിൽ നിങ്ങൾ 2 ചേച്ചിമാരും ഇവിടെ ഇല്ലേ, അപ്പോൾ നന്ദുവിനൂടി ഇങ്ങോട്ട് വന്ന് നിൽക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയണം, അത് ശരിയാ വസുന്ധര പറഞ്ഞത്, സാധാരണ നന്ദുമോള് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ടൊരു മിന്നായം പോലെ അങ്ങ് പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ആ കുട്ടിയുടെ കളിയും ചിരിയും ഒന്നും കണ്ടിട്ടില്ല. ആ കുട്ടി ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്നാൽ അത് ഒരു സന്തോഷമായിരിക്കും, ഒരു ഒച്ച എനക്കമൊക്കെ ഉണ്ടാവും ഒരു വീട്ടിൽ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയാണ്, അത് ശരിയാണ് നയന മോളെ, അത് മാത്രമല്ല ഇത് ഒരു വിവാഹമൊക്കെ അടുത്തൊരു വീടല്ലേ, അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ വന്ന് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അവർ വന്നും പോയും ഒക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് നന്ദുമോൾ ഇവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നന്ദുമോളെ കാണാനൊക്കെ നല്ലതല്ലേ, ആർക്കെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവളുടെ വിവാഹവും കാര്യങ്ങളും ഒക്കെ നടക്കുമല്ലോ, നല്ല ബന്ധം തന്നെ മോക്ക് വരും എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ നയന പറയണം, വേണ്ട മുത്തശ്ശി അങ്ങനെയൊന്നും വേണ്ട, ഉടനെയൊന്നും വിവാഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾക്ക് ഉടനെയൊന്നും വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യവുമില്ല, അവൾക്ക് പഠിച്ചൊരു ജോലിയൊക്കെ സമ്പാദിക്കണം എന്നാണ് അവൾ പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, അനിമോൻ പറഞ്ഞിട്ടുണ്ട് മോള് ഒറ്റയ്ക്കൊരു 4-5 പേരെയൊക്കെ അടിച്ചൊതുക്കി ഇടുമെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഉടനെ നയന പറയണം, അതേ മുത്തശ്ശ
അവളാണെങ്കിൽ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്. അതിപ്പം മാത്രമല്ല, കുട്ടി ചെറിയ പ്രായത്തിലേ തൊട്ടേ അവൾ കരാട്ടെ പഠിക്കുന്നതാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണം, ആ മോളെ, ഒരു കണക്കിന് അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ കരാട്ടയൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ പെൺകുട്ടികൾക്ക് നേരെ അമ്മാതിരി അതിക്രമങ്ങളല്ലേ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ സ്വയം അവർക്കൊരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്, അവർക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരത് പഠിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഡാൻസും പാട്ടും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കരാട്ടയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് മുന്നോട്ട് വരണം എന്നാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ് അവിടെ ആ ഒരു ഇത്. അതിനുശേഷം എന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ നന്ദു ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഡള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഫോൺ വരികയാണ്, നയനയുടെ ഫോൺ വരികയാണ്. അപ്പം നയന ചോദിക്കുകയാണ്, ആ മോളെ, നിനക്ക് സുഖമാണോ? പിന്നെ നീ എന്താ വീട്ടിലിങ്ങനെ തൂങ്ങി പിടിച്ചണക്കിരിക്കുന്നത്? നിൻ്റെ വിഷമമൊന്നും മാറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണ, ആരാ പറഞ്ഞു ചേച്ചി എനിക്ക് വിഷമമുണ്ടെന്ന്? എനിക്കൊരു വിഷമവുമില്ല. നീ അതൊക്കെ വെറുതെ പറയുകയാണെന്നൊക്കെ എനിക്കറിയാം. നിനക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. ആരാ ചേച്ചി പറയുന്നത് ഇതൊക്കെ? അച്ഛനാണോ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് നന്ദു പറയണേ, എനിക്കിപ്പോൾ അങ്ങനൊന്നുമില്ല ചേച്ചി. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എപ്പോഴും കറങ്ങാനൊക്കെ പോവും. നീ കറങ്ങാൻ പോകുന്നുള്ളേ ഉള്ളൂ. നീ വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ നീ ഗ്ലൂമിയാണെന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. ഇതാരാ ചേച്ചിയോട് പറഞ്ഞത്? അച്ഛനാണോ പറഞ്ഞത്? ഏയ്, എന്നോട് അച്ഛനൊന്നും പറഞ്ഞില്ല, എന്നോട് അമ്മയാ പറഞ്ഞത്. അമ്മയുടെ സ്വഭാവമൊക്കെ ചേച്ചിക്ക് അറിഞ്ഞൂടെ? അമ്മ ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് 10 ഇരട്ടിയായിട്ട് പറയും. അതാ അമ്മയുടെ സ്വഭാവം. എനിക്ക് അങ്ങനൊന്നും ഇല്ല ചേച്ചി. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യും, മോൾ ഇങ്ങനെ പോര്, നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അടിച്ചു പൊളിച്ചങ്ങ് നിൽക്കാം. ചേച്ചി എന്തായി പറയുന്നത്? ഞാനിപ്പോഴൊന്നും വരില്ല. മോളെ, ഇനി വിവാഹത്തിന് അധികം നാളൊന്നും ഇല്ലല്ലോ. നിനക്ക് ഇവിടെ വന്നങ്ങ് നിന്നാൽ എന്താ? ഇവിടെ ഞാനും അതുപോലെ തന്നെ നവ്യേച്ചിയുണ്ട്, അതുപോലെ അമ്മ, നമ്മളെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ സന്തോഷമായിട്ട് നിന്നൂടെ? അപ്പോൾ പിന്നെ അച്ഛനോ? എടി, അച്ഛനെ ആ കടയിൽ കിടക്കുന്ന പയ്യൻ്റെ കൂടെ വീട്ടിൽ വന്ന് അച്ഛനെ കൂട്ടുകിടക്കാൻ പറയാൻ രാത്രിയിൽ. പിന്നെ അടുത്ത വീട്ടിലെ ചേച്ചിയോട് ഞാൻ വിളിച്ചിട്ട് പറയാം അച്ഛന് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ചെയ്തുകൊണ്ട് കൊടുക്കാനായിട്ട്. പിന്നെ അച്ഛന് നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ അറിയാലോ. അപ്പോൾ അച്ഛൻ്റെ കാര്യമൊക്കെ അങ്ങനെ അങ്ങ് നടക്കും. അത് വേണ്ട ചേച്ചി, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അച്ഛനെ അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. എന്തിനാ നന്ദു ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇല്ല ചേച്ചി, ചേച്ചി ഈ കാര്യത്തിന് എന്നെ നിർബന്ധിക്കേണ്ട. ഞാൻ എന്തായാലും വരില്ല. പിന്നെ വിവാഹത്തിൻ്റെ തലേന്നോ വിവാഹത്തിൻ്റെ അന്നോ വരാൻ നോക്കാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നന്ദു ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ തൊട്ട് പിന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്താ നന്ദു, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണം, അച്ഛൻ എന്തിനാ വിളിച്ചിട്ട് അമ്മയോട് ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്നത്? അച്ഛൻ പറഞ്ഞു ഞാനിവിടെ ഗ്ലൂമി ആയിട്ട് വിഷമിച്ചിരിക്കുകയാണെന്ന്. അമ്മ നയനേച്ചിയോട് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് നയനേച്ചി എന്നെ വിളിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയണം, ഏയ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ വിളിച്ചപ്പോൾ എനിക്ക് കള്ളം പറയാൻ തോന്നിയില്ല. കനക വിളിച്ചിട്ട് നിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ നീ വീട്ടിൽ വിഷമിച്ചണക്ക് ഇരിക്കേണ്ടെന്ന് പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയാണ്. അത് കള്ളമൊന്നും അല്ലല്ലോ മോളെ. ഏയ്, എനിക്ക് വിഷമമാണെന്ന് ആരാ അച്ഛാ ഈ പറഞ്ഞത്? എനിക്കൊരു വിഷമവും ഇല്ല. ഞാനിപ്പോൾ ആക്റ്റീവല്ലേ അച്ഛാ. നീ എന്ത് ആക്റ്റീവാണ്? നീ ഒരു ആക്റ്റീവും ഇല്ല. നീ ഇവിടെ നിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുന്നുണ്ട്. പിന്നീട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിനക്ക് ഒച്ചയും ബഹളവും ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ മോളെ. അല്ല, നയന മോൾ എന്താ പറഞ്ഞത്? ചേച്ചി എന്നോട് പറഞ്ഞത് അവിടെ ചെന്ന് നിൽക്കാനാ പറഞ്ഞത്. ചേച്ചി വിളിച്ചെങ്കിൽ മോക്ക് പൊയ്ക്കൂടെ? ഇല്ല അച്ഛാ, ഞാൻ പോവില്ല. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ എന്നെ ഇനി നിർബന്ധിക്കാനൊന്നും നിൽക്കണ്ട. അച്ഛൻ എത്ര നിർബന്ധിച്ചാലും ഞാൻ പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശനും ആദർശും ഇങ്ങനെ ഇരിക്കുകയാണ്. ആദർശ് ലാപ്ടോപ്പിലാണ്, മുത്തശ്ശൻ അടുത്തുണ്ട്. അപ്പോൾ നമ്മുടെ നയന വരികയാണ്. നയന വന്നിട്ട് നമ്മുടെ മുത്തശ്ശന് ലൈം ജ്യൂസ് കൊടുക്കുകയാണ്, ആദർശിന് ചായയും കൊടുക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണേ, എന്തിനാ നയന നീ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചായ കൊണ്ട് തരുന്നത്? ഇങ്ങനെ എപ്പോഴും എനിക്ക് ചായ തരേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ചായ എപ്പോഴും കുടിച്ചാൽ കൊളസ്ട്രോളിൻ്റെ അസുഖം വരും. പിന്നെ ബ്ലാക്ക് ടീ അങ്ങനെ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയണം, ഇനി അങ്ങനെ കൊണ്ടുവരാം ആദർശേട്ടാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജയൻ അങ്ങോട്ട് വരികയാണ്. ജയൻ വന്നിട്ട് പറയാണ്, ഇന്ന് മോളുണ്ടല്ലോ. ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ് ഞാൻ വന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്തിയേ? എല്ലാവരും വരട്ടെ. എന്താ എന്താ നിൻ്റെ സന്തോഷ വാർത്ത എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി. അപ്പോൾ പറയണം, പറയാ അച്ഛാ, ആദ്യം ദേവയാനി വരട്ടെ, അവൾ വേണം ഇതാദ്യം കേൾക്കാനായിട്ട് എന്നിങ്ങനെ പറയണം.
അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദേവയാനി പാഞ്ഞു വരികയാണ്. അതുപോലെ മുത്തശ്ശിയുണ്ട്, അതുപോലെ എല്ലാവരും നവ്യ ഒഴികെയുള്ള ബാക്കി എല്ലാ ടീമുകളും അങ്ങോട്ടേക്ക് വരികയാണ്. എല്ലാവരും അവിടെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജയം പറയണത്, ദേവേ ഇത് നീ വേണം ആദ്യമായിട്ട് കേൾക്കാനായിട്ട്, മറ്റുള്ള എല്ലാവരേക്കാളും കൂടുതൽ ഇത് നീയാണ് അറിയേണ്ടത് എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി അന്തം വിട്ടിരിക്കുകയാണ്. എന്താ ജയേട്ടാ, എന്താ നിങ്ങൾ പറയുന്നത്, സസ്പെൻസ് ഇടാതെ പറ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ പറയാണ്, ദേവേ നാളെ മുതലുണ്ടല്ലോ, നാളെയല്ല ഇന്ന് മുതൽ നമ്മളെല്ലാവരും അറിയപ്പെട്ടിരുന്നത് ഇത്രയും നാളും മൂർത്തീസ് ജ്വല്ലറിയുടെ പേരിലായിരുന്നല്ലോ. ഇനി നമ്മൾ അറിയപ്പെടാൻ പോകുന്നതുണ്ടല്ലോ നയനമോളുടെ പേരിലാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ വായും പൊളിച്ചിരിക്കണേ, ഇതെന്തിനാണ് പറയുന്നതെന്നറിയാതെ. അപ്പോൾ ഉടനെ തന്നെ ജയം പറയണേ, എൻ്റെ ദേവേ നയനമോളുണ്ടല്ലോ ഓൾ ഇന്ത്യ ഡിസൈൻ കോമ്പറ്റീഷനിൽ ഏറ്റവും മികച്ച ഡിസൈനറായിട്ട് മോളെയാണ് തിരഞ്ഞെടുത്തത് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ദേവയാനി ആകെ ഡള്ളാവുകയാണ്. നമ്മുടെ എന്താണ് ജലജയ്ക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഭ്രാന്ത് പിടിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇങ്ങനെ ആകെ വിറളി പിടിച്ചൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ജയം പറയാണ്, മോളെ നീ കേട്ടില്ലേ, നിനക്ക് സന്തോഷമായില്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ആദർശനും മുത്തശ്ശനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. മുത്തശ്ശൻ വന്നിട്ട് നയനയ്ക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ കാലിൽ തൊട്ട് തൊഴുവാണ് നയന. അപ്പോൾ ആ സമയത്തിന് ദേവയാനിക്കാണെങ്കിൽ ഇതേ ഇത്രയുണ്ട് ദേവയാനിയുടെ മുഖം. പക്ഷേ ദേവയാനി അത് പുറമേ ഒന്നും കാണിക്കുന്നില്ല. ദേവയാനി വന്നിട്ട് നമ്മുടെ നയനയ്ക്ക് കൈയൊക്കെ കൊടുക്കുകയാണ്, ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുകയാണ്. എങ്കിലും പുള്ളിക്കാരത്തിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും പുള്ളിക്കാരത്തിക്ക് ചെയ്തില്ലെങ്കിൽ കുശുമ്പാണെന്ന് എല്ലാവരും കൂടെ പറയൂലേ, അതുകൊണ്ട് പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അതേസമയം അഭി അങ്ങോട്ടേക്ക് വരികയാണ്. അഭി ചോദിക്കണേ, എന്താ അമ്മേ, എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഉടനെ തന്നെ ജലജ പറയണം, മോനെ നീ ഇപ്പം നടക്കുന്ന കാര്യമൊക്കെ ഞാൻ പിന്നീട് പറയാം, നീ ആദ്യം അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടു. നമ്മളത് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് കുശുമ്പാണെന്ന് എല്ലാവരും വിചാരിക്കും. എന്തിനാണ് അമ്മ, എടാ അതൊക്കെ ഞാൻ പിന്നെ പറയാം, നീ കൊടു. അപ്പം തന്നെ നമ്മുടെ അഭി ചെന്നിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. കൺഗ്രാജുലേഷൻ ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ കാര്യം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും വാനോളം പുകഴ്ത്തുകയാണ് നമ്മുടെ നയനെ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജയം പറയാണ്, നാളെ മുതൽ ഇനി നയനമോളുടെ പേരിലായിരിക്കും നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. ചാനലുകാരെല്ലാവരും മണത്തറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരും എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയണം, മോളെ നയനമോളെ ഇത്രയും നാളായിട്ടും ഇങ്ങനെ ഒരു അവാർഡ് നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ ബിസിനസ്സിന് ജ്വല്ലറിക്കുള്ള അവാർഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഗോൾഡ് കൊടുക്കുന്നതിൻ്റെ പേരിലൊക്കെയുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ എന്താണ് ഓൾ ഇന്ത്യ ഡിസൈൻ കോമ്പറ്റീഷനിലുള്ള അവാർഡൊക്കെ സാധാരണ മറ്റ് രാജ്യങ്ങളിലേക്ക് ഉള്ള ആളുകളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ആ അവാർഡുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ കിട്ടുന്നത് വളരെ അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഇത്തവണ മോളത് നേടിയെടുത്തു. സത്യത്തിലുണ്ടല്ലോ മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയാണ്, അഭിമാനം തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എൻ്റെ പൊന്നോ നമ്മുടെ നയനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുകഴ്ത്തി കൊണ്ടുപോവുകയാണ്. അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്ത് ദേവയാനിയുടെ മുഖമാണെങ്കിൽ ആകെ വിളറി വെളുത്തിരിക്കുകയാണ്. നമ്മുടെ നയനയെ നമ്മുടെ കനക ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ ആദർശിനോട് നമ്മുടെ മുത്തച്ഛൻ പറയുകയാണ്, മോനെ ആദർശേ ദേ ഇപ്പോൾ തന്നെ ഇവിടെ ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ വരും മോളെ കാണാനായിട്ട്. അതുകൊണ്ടേ മോക്ക് നീ വേണം കൂടെ നിന്ന് വേണമെന്ന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് എന്നിങ്ങനെ പറയണം. നാളെ മോളുടെ പേരിലാണ് നമ്മൾ അറിയപ്പെടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദർശിൻ്റെ ഒരു കോള് വരികയാണ്. അങ്ങനെ ആദർശ് കോൾ എടുക്കുമ്പോഴത്തേക്ക് അറിയുന്നത് അവിടേക്ക് കുറച്ച് കുറച്ച് ചാനലുകൾ വരുന്നു എന്നുള്ള കാര്യമാണ് നമ്മുടെ ആദർശ് അറിയുന്നത്. അപ്പോൾ ആദർശ് പറയുകയാണ് നയനയോട്, നയനയെ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചാനൽസൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ തന്നെ നയന ആകെ ത്രില്ലടിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജയം പറയണം, മോളെ നീ ഇങ്ങനെയൊന്നും നിന്നാൽ പറ്റില്ല, നീ പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വാ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയണം, മോനെ ആദർശയെ കൊണ്ടുപോയി അവളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയണം. അങ്ങനെ നമ്മുടെ നയന ആദർശിൻ്റെ കൂടെ മുറിയിലേക്ക് പോവുകയാണ്. മുറിയിൽ ചെന്നിങ്ങനെ ഇരിക്കുമ്പോഴും നയനയുടെ മനസ്സിൽ എന്നെ എല്ലാവരും അഭിനന്ദിച്ചു, എൻ്റെ ഭർത്താവ് മാത്രം ഒന്നും പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചില്ലല്ലോ, ഇതെന്ത് പറ്റി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആദർശ് പറയുകയാണ്, നയനെ നീ ഇതേ ഈ സാരി ഉടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു സാരി സെലക്ട് ചെയ്ത് നയനയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം നയന ചോദിക്കുകയാണ്, ആദർശേട്ടന് എനിക്കിങ്ങനെ ഒരു അവാർഡ് കിട്ടിയാൽ സന്തോഷം തോന്നുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയണം, അതെന്താ നയനെ, നാളെ ഞാൻ നിൻ്റെ പേരിൽ
പേരിലല്ലേ അറിയപ്പെടാൻ പോകുന്നത്. പിന്നെ എനിക്കതൊരു സന്തോഷമുള്ള കാര്യമല്ലേ, നയന ആദർശ് എന്നല്ലേ ഇനി നീ അറിയപ്പെടാൻ പോകുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ നയന പറയണം, എന്നാൽ ആദർശേട്ടൻ മാത്രം എന്താ എന്നെ അഭിനന്ദിക്കാത്തത്? എൻ്റെ മണ്ടി, ഞാൻ എന്തിനാ ഇനി പ്രത്യേകിച്ച് നിന്നെ അഭിനന്ദിക്കുന്നത്? അതിൻ്റെ സന്തോഷത്തിനല്ലേ ഞാൻ ഈ സാരി നിനക്ക് തന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നയന പറയണ, ആദർശേട്ടന് സന്തോഷം ഇല്ലെങ്കിൽ എനിക്ക് ഈ സാരി വേണ്ട. എൻ്റെ മന്തു, നീ ഇന്നാളെ എനിക്ക് ഒരു ഷർട്ട് സെലക്ട് ചെയ്ത് തന്നില്ലേ ഉടുക്കാനായിട്ട്, അതുപോലെ ഞാൻ ഈ സാരി നിനക്ക് സെലക്ട് ചെയ്ത് തന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം കൊണ്ടാണ്. നീ ഈ സാരി ഉടുത്ത് നല്ല അടിപൊളിയായിട്ട് വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശ് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നയന ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ത്രില്ലടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ അമർത്താൻ പ്രത്യേകിച്ച് മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.